ഇത് സ്വാദിഷ്ടമായൊരു വഴുതനങ്ങ മുട്ട കറിയാണ്. ഇനി ഇത് തയ്യാറാക്കുന്നതിലേക്ക് പോവാം. ഇപ്പോൾ ഒരു കറി വയ്ക്കാനായിട്ട് 2 സവാള, 2 വഴുതനങ്ങ, 1 ക്യാപ്സിക്കൻ, 2 തക്കാളി, 2 ചെറിയ പച്ചമുളക്. വലിയ എരിയൊന്നും ഇല്ലാത്ത കറിയാണ്, അതുകൊണ്ട് ചെറിയ പച്ചമുളക് മതി. ഇതിനി എല്ലാം കൂടെ പ്രത്യേകം അരിഞ്ഞുകൊണ്ട് വരാം. ഇതെല്ലാം പ്രത്യേകം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിനി ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് ഓരോന്നായിട്ട് വഴറ്റിയെടുക്കാം. കടുക് വറുക്കാനുള്ള സാധനങ്ങളിവിടെ എടുത്തിട്ടുണ്ട്. ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, മുളക്, കറിവേപ്പില. ഇനി ചൂടായ പാനിലേക്ക് കടുക് പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. എണ്ണ ഒഴിച്ചത് കടുക് പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. കടുക് പൊട്ടി തീർന്ന് ഇതിലോരോ സാധനങ്ങളായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ പച്ചമുളക് ഇട്ടിട്ടുണ്ട്. ഇത് നല്ലപോലെ വഴറ്റിയെടുക്കാം. സവാള പകുതി വഴണ്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ വഴുതനങ്ങ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ വഴുതനങ്ങയും സവാളയും കൂടെ നല്ലപോലെ വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിനി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഈ ക്യാപ്സിക്കം വാട്ടിയെടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ തക്കാളിയും കൂടെ ഇട്ട് വഴറ്റിയെടുക്കാം. ഇപ്പോൾ നമ്മൾ ക്യാപ്സിക്കവും തക്കാളിയും നല്ലപോലെ വഴണ്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ വഴറ്റി മാറ്റി വെച്ച സവാളയും വഴുതനങ്ങയും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, മല്ലിപ്പൊടി, ഇനിയിപ്പോൾ നമ്മൾ അടപ്പ് മാറ്റിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഇട്ട മുട്ട ഇങ്ങനെയാണ് കിടക്കുന്നത്. ഇതുപോലെ കിടക്കും. ഇതിനി നമുക്ക് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ 3 മുട്ടയായാലും 4 മുട്ടയായാലും ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്.
നല്ല സ്വാദിഷ്ടമായൊരു കറിയാണ് ഇത്. എന്തിൻ്റെ കൂടെ വേണമെങ്കിലും ചോറിൻ്റെ കൂടെയും മീൻ എന്നൊക്കെ കിട്ടാത്തപ്പോഴത്തേക്ക് ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ഒരു കറിയാണിത്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ആ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം പ്ലീസ്. നമ്മളെ വഴുതനങ്ങ മുട്ടക്കറി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. സ്വാദിഷ്ടമായൊരു കറിയാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കണം.